ശബരിമലയിലെ ഭക്തജന തിരക്കിൽ നേരിയ കുറവ്. ഫിൻജ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടായി. 30,000 തീർത്ഥാടകരാണ് ഇന്ന് ഇതുവരെ ദർശനം നടത്തിയത്. ആൾക്കാർ കൃത്യസമയം പാലിക്കാതെയാണ് പലപ്പോഴും വെർച്വൽ ക്യൂ പാസ് എടുത്തിട്ട് വരുന്നത്. അത് ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾ മാനേജ് ചെയ്തു. പക്ഷേ ഇനി അത് തുറന്നങ്ങനെ ഒരുപാട് അനുവദിക്കാൻ ബുദ്ധിമുട്ട് വരും. അഥവാ അങ്ങനെ വരേണ്ടി വന്നാൽ അവർ ഇവിടുത്തെ ഷെഡ്യൂൾഡായിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്കൊഴിയുന്നവരെ അവർ നിലയ്ക്കൽ കാത്തു നിൽക്കേണ്ടി, നിലയ്ക്കലോ എരുമേലിയിലോ ഒരു വെയിറ്റ് ചെയ്യേണ്ടി വരും. അവരങ്ങനെ ഒന്നിച്ച് വരുമ്പോഴും അവർ 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് വരണം. അതാണ് നമ്മുടെ ആവശ്യം. കാരണം അവർ വന്ന ഉടനെ തന്നെ അവർക്ക് ദർശനം കിട്ടുന്നവർ പ്രതീക്ഷിക്കരുത്. നമ്മളെല്ലാവർക്കും ദർശനം കൊടുക്കും, ഒരു സംശയമില്ല അതിനെക്കുറിച്ച്. വെർച്വൽ ക്യൂ പാസ് കൃത്യമായിട്ടുള്ളവർക്ക് എപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് വരാം. അല്ലാത്തവർ ഒന്നവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർ സമയക്രമം പാലിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും പറഞ്ഞു. നിർബന്ധമായും സമയക്രമം പാലിക്കണം. ഇവിടെ ഇപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് എത്തുന്ന ഭക്തർ ഒന്നുകിൽ നേരത്തെ വരുന്നു, ഇല്ലെങ്കിൽ താമസിച്ച് വരുന്നു. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിന് പറയാനുള്ളത്, കൃത്യമായ സമയക്രമം അത് പാലിച്ച് ഇങ്ങോട്ടേക്ക് ഭക്തജനങ്ങൾ വരണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന് പറയുവാനുള്ളത്. എങ്കിൽ മാത്രമേ സുഗമമായ ദർശനം സാധ്യമാവുകയുള്ളൂ. ഒരാൾ ഒരു ദിവസം നേരത്തെ വരിക അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് വരിക, ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്.